ജില്ലയിൽ ഗുണ്ടാവേട്ട ശക്തമാക്കി പോലീസ്. രാത്രി പട്രോളിംഗ് സജീവം. ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചാൽ ശക്തമായി നേരിടാൻ തീരുമാനം. വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വടിവാൾ വിനീത് പിടിയിൽ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരോട് KSRTCയുടെ അവഗണന. പകരം ബസ്സിന് യാത്രക്കാർ കാത്തുനിന്നത് മണിക്കൂറുകൾ. മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കുഴിയിലേക്ക് മറിഞ്ഞു. 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് തിരുവത്രയിൽ സ്വകാര്യ ബസ് കുഴിയിലേക്ക് ചെരിഞ്ഞു. ആർക്കും പരിക്കില്ല. ചാവക്കാട് BJP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കവർച്ചാ കേസിൽ ആരോപണ വിധേയനായ CPM നേതാവിനെ പ്രതി ചേർക്കണമെന്ന ആവശ്യം. ക്രൈസ്തവർ ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കുന്നു. പാലയൂരിൽ വൻ ഭക്തജനത്തിരക്ക്. വാർത്തകളിലേക്ക് വിശദമായി. ജില്ലയിൽ ഗുണ്ടാവേട്ട സജീവമാക്കി പോലീസ്. ഗുണ്ടകളെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ പോലീസിന് നേരെ ആക്രമണമുണ്ടായാൽ ശക്തമായി നേരിടാനാണ് തീരുമാനം. സ്വയരക്ഷയ്ക്ക് ആവശ്യമായാൽ തോക്ക് ഉപയോഗിക്കാമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണുത്തി നെല്ലങ്കരയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് സാമ്പിൾ മാത്രം. ഗുണ്ടയുടെ പിറന്നാളാഘോഷത്തിന് ഒത്തുകൂടിയവർ തമ്മിൽ തല്ലുകയും പോലീസ് എത്തിയപ്പോൾ മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. പോലീസ് വാഹനങ്ങളും ഇവർ തകർത്തു. കൂടുതൽ പോലീസ് എത്തി കീഴടക്കിയ ഗുണ്ടകളെ പിന്നെ കാണുന്നത് ആശുപത്രി കിടക്കയിലാണ്. കൈകാലുകൾക്ക് പരിക്കേറ്റ നിലയിലാണ് ഇവരെ പോലീസ് ആശുപത്രിയിലാക്കിയത്. ഇതേക്കുറിച്ചുള്ള സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ മറുപടിയും ശ്രദ്ധേയമായിരുന്നു. ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചപ്പോൾ പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ വാക്കുകൾക്ക് വൻ പ്രചാരമാണ് ലഭിച്ചത്. ഇതിനുശേഷമാണ് പോലീസ് ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശം വന്നത്. ഗുണ്ടകൾ ആയുധങ്ങളുമായി അക്രമാസക്തരായാൽ അവരെ കീഴ്പ്പെടുത്താനും സ്വയരക്ഷയ്ക്കും തോക്ക് ഉപയോഗിക്കാൻ മടിക്കേണ്ട എന്നാണ് നിർദ്ദേശം. നിയമപ്രകാരം തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ തോക്ക് ഉപയോഗിക്കാമെങ്കിലും കേരളത്തിൽ ഈ രീതിയിൽ പോലീസ് ഇടപെടുന്ന പതിവ് കണ്ടിട്ടില്ല. എന്നാൽ ഗുണ്ടകൾ സംഘടിതരായി മാരകായുധങ്ങൾ സഹിതം ക്രമസമാധാന പാലനത്തിന് ഗുരുതര ഭീഷണി ഉയർത്തിയാൽ മറ്റു വഴിയില്ലെങ്കിൽ പോലീസ് ഇനി തോക്കെടുക്കും. ഗുണ്ടകളെ നേരിടുന്നതിന് തൃശൂരിൽ റേഞ്ച് DIGയുടെ നേതൃത്വത്തിൽ രാത്രി പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാതലത്തിൽ ഒരു DYSPയുടെ നേതൃത്വത്തിലുള്ള ടീമും സബ് ഡിവിഷൻ തലത്തിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ടീമുമാണ് രംഗത്തുള്ളത്. ഇതിന്റെ ഫലമായാണ് നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിച്ച സ്ഥലത്ത് 15 മിനിറ്റിനുള്ളിൽ മറ്റ് പോലീസ് സംഘത്തിന് എത്താനായത്. കാപ്പ നടപടികൾ ശക്തമാക്കാനാണ് മറ്റൊരു തീരുമാനം. കഴിഞ്ഞ 7 മാസത്തിനിടെ 150 ഗുണ്ടകളെയാണ് തൃശൂർ റേഞ്ച് DIG നാടുകടത്തിയത്. SP-യുടെ റിപ്പോർട്ടനുസരിച്ച് കളക്ടർ 110 പേർക്കെതിരെ നടപടിയെടുത്തു. ഇതുകൂടാതെ വാറന്റുള്ളവരുടെയും ഗുണ്ടാപ്പട്ടികയിലുള്ളവരുടെയും വീടുകളിൽ 15 ദിവസം കൂടുമ്പോൾ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വടിവാൾ വിനീത് പിടിയിൽ. ആലുവ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് വിനീത് പോലീസ് പിടിയിലായത്. കഴിഞ്ഞ മാർച്ച് 25-ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടയിൽ ട്രെയിനിൽ നിന്നാണ് വിനീതും കൂട്ടുപ്രതി രാഹുൽ രാജും ചാടി രക്ഷപ്പെട്ടത്. വിനീതിനൊപ്പം രക്ഷപ്പെട്ട രാഹുലിനെ അന്ന് തന്നെ പോലീസ് പിടികൂടിയിരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച് ആലപ്പുഴയിലെത്തിച്ച കേസിലെ പ്രതികളായിരുന്നു വിനീതും രാഹുലും. എന്നാൽ വിനീതിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് അമ്പലപ്പുഴ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം വിപുലപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ആലുവയിൽ നിന്നും ഇയാൾ പിടിയിലായത്. വടക്കാഞ്ചേരി പോലീസ് ആലപ്പുഴയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ മോഷണമടക്കം നിരവധി കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലുള്ളത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. KSRTC ബസ്സും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. KSRTC ബസ്സിലെ ഡ്രൈവർമാരായ രാജേഷ്, കണ്ടക്ടർ ഷൈജു എബ്രഹാം, ലോറി ഡ്രൈവർ രാധാകൃഷ്ണൻ, ബസ് യാത്രക്കാരായ സജീവ്, സതീഷ്, എൽസൺ, ഷമീർ, ഷീന, ലിജി, ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് നിന്നും തൃശൂർ വഴി കുമളിയിലേക്ക് പോവുകയായിരുന്നു KSRTC ബസ്. കുന്നംകുളത്ത് നിന്ന് മത്സ്യം കയറ്റി ചെറുതുരുത്തിയിലേക്ക് പോവുകയായിരുന്നു ലോറി. അക്കിക്കാവ് ഭാഗത്തുനിന്ന് വന്ന് പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിച്ച ബസ്സിൽ കുന്നംകുളം ഭാഗത്തുനിന്ന് വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ജംഗ്ഷൻ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ 2 സ്റ്റോപ്പിംഗ് ഉണ്ട്. ഈ 2 സ്റ്റോപ്പിംഗ് കഴിഞ്ഞ് സ്ലോ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പുറത്തുനിന്ന് ലോറി അത്യാവശ്യം സ്പീഡിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്ത് വെട്ടിച്ചപ്പോഴാണ് ഈ ലോറി കേടി ഇടിച്ചത്. അവർ ഇടിക്കുക വിൻഡോ പൊടിച്ച് താഴെ വീണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബസിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്താണ് ലോറി ഇടിച്ചത്. ഡ്രൈവർ ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണു. ഇടിയെ തുടർന്ന് നിയന്ത്രണം വിട്ട് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് നീങ്ങിയ ബസ്സും ലോറിയും റോഡരികിലെ കടകളുടെ മുൻവശത്തെ ഇടിച്ചു നിന്നു. 2 വാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ബസ് ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സാരമായി പരിക്കേറ്റ 2 യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. പന്നിത്തടം സ്വദേശി ഷാഹിദിന്റെ കടകൾക്കാണ് വാഹനങ്ങൾ ഇടിച്ചു കയറി കേടുപാടുകൾ സംഭവിച്ചത്. ബൈപ്പാസ് റോഡ് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ അപകടമാണ് പന്നിത്തടം സെന്ററിൽ നടക്കുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. പന്നിത്തടത്ത് അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരുടെ KSRTCയുടെ അവഗണന.
പകരം ബസ്സിന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ മണിക്കൂറുകളാണ് കാത്തുനിന്നത്. അപകടത്തെ തുടർന്ന് ബസ്സിലെ യാത്രക്കാർ ടിക്കറ്റ് നൽകിയ KSRTC ഡിപ്പോയിലേക്ക് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രതികരണം പോലും ലഭിച്ചില്ലെന്നാണ് പരാതി. പിന്നീട് മറ്റൊരു ഡിപ്പോയിലേക്ക് വിളിച്ചതിനെ തുടർന്നാണ് സഹായം ലഭിച്ചത്. 3 മണിക്കൂർ കഴിഞ്ഞാണ് പകരം ബസ് എത്തിയത്. അതുവരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ റോഡിൽ കാത്തുനിൽക്കേണ്ട സാഹചര്യമുണ്ടായി. റിസർവേഷൻ സമയത്ത് ഡിപ്പോയിൽ നിന്ന് നൽകിയ നമ്പറിലേക്കായിരുന്നു സഹായത്തിനായി യാത്രക്കാർ വിളിച്ചത്. എന്നാൽ ഫോൺ എടുക്കാത്ത അവസ്ഥയായിരുന്നു എന്ന് യാത്രക്കാർ പറഞ്ഞു. 24 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ബസ് വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ടിപ്പോയിന് നമുക്ക് വന്നേക്കുന്ന ഇതിനകത്തുള്ള നമ്പറാണ്. അതിനകത്ത് നമ്മളോട് വിളിച്ചിട്ട് ഇതാ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ബസ് വരുന്ന വഴിക്ക് നിന്നിട്ട് ഇതിന് ഹെഡ്ലൈറ്റ് ഇല്ലാഞ്ഞിട്ട് അവിടുന്ന് ഫീസ് എല്ലാം മാറ്റി കുത്തി വന്ന ബസ്സാണ്. വളരെ നല്ല ഡ്രൈവറാട്ടോ അയാള്. ഡ്രൈവർ നല്ല ജീവൻ കിട്ടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും. അപകടം നടന്ന അരമണിക്കൂറിന് ശേഷം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഒരു പ്രതികരണവും ലഭിച്ചില്ല. പിന്നീട് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് തൃശൂർ ഡിപ്പോ നമ്പർ ലഭിക്കുകയും ഇവിടെ ബന്ധപ്പെട്ടപ്പോഴാണ് ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് ബസ് അയച്ചത്. 3 മണിക്കൂറിന് ശേഷം ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നും KSRTC എത്തി പരുക്കേൽക്കാത്ത യാത്രക്കാരുമായി കുമളിയിലേക്ക് യാത്ര തിരിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ദേശീയപാത മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കുഴിയിലേക്ക് മറിഞ്ഞു. 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ 20 അടിയോളം താഴ്ചയുള്ള വലിയ കുഴിയിലേക്കാണ് നാനോ കാർ വീണത്. തിരുവനന്തപുരത്ത് നിന്നും പുതിയ കാർ വാങ്ങി തൃശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ഹാരിസിന്റെ 80 വയസ്സുള്ള പിതാവ് വത്സൻ, ഡ്രൈവർ മനു എന്നിവരാണ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മനു കാർ വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റുകയായിരുന്നു. ഒരു തവണ തലകീഴായി മറിഞ്ഞ ശേഷമാണ് വെള്ളക്കെട്ടിലേക്ക് പതിച്ചത്. അകത്തു കുടുങ്ങിയ ഇവർ എമർജൻസി ഡോർ തുറന്നാണ് കാറിൽ നിന്നും പുറത്തു കടന്നത്. വിവരമറിഞ്ഞെത്തിയ കൊരട്ടി പോലീസ് ഇരുവരെയും മുകളിലേക്ക് കയറ്റി. TCV ന്യൂസ്, ചാലക്കുടി. ചാവക്കാട് ദേശീയപാതയിലെ തിരുവത്ര അത്താണിയിൽ സ്വകാര്യ ബസ് സർവീസ് റോഡിന്റെ കാനയുടെ വശത്തെ കുഴിയിലേക്ക് ചെരിഞ്ഞു. പൊന്നാനിയിൽ നിന്ന് ചാവക്കാട്ടേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തിന് മറികടക്കുന്നതിനിടയിൽ കാനയുടെ വശത്തേക്ക് ചെരിയുകയായിരുന്നു. ബസ്സിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. ചാവക്കാട് BJP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കവർച്ചാ കേസിൽ ആരോപണ വിധേയനായ CPM നേതാവിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സബ് ജയിലിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ വിപിൻ കുടിയേടത്ത് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ദയാനന്ദൻ മാമ്പുള്ളി, വർഷ മണികണ്ഠൻ, ഗണേഷ് ശിവജി, പ്രതീഷ് ഐനിപ്പുള്ളി, വിനീത് കുറുപ്പശ്ശേരി, വിനോദ് പുന്ന, സുവിൻ വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രൈസ്തവർ ഇന്ന് ദുക്രാന തിരുനാൾ ആഘോഷിക്കുന്നു. ഭാരത ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളുമായ വിശുദ്ധ തോമാ ശ്ലീഹായുടെ ഓർമ്മ തിരുനാളാണ് ദുക്രാനയായി ആഘോഷിക്കുന്നത്. പാലിയൂർ തീർത്ഥകേന്ദ്രത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും ആഘോഷ പരിപാടികളും നടക്കുകയാണ്. തോമാ ശ്ലീഹ എത്തിയെന്ന് കരുതുന്ന കൊടുങ്ങല്ലൂരിലും ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ഇതോടൊപ്പം 12 ശ്ലീഹന്മാരുടെ തിരുനാളും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഊട്ടുതിരുനാളും നടന്നു. ഫാദർ ജോസഫ് മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സാജു ചിറയത്ത് തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി പ്രദക്ഷിണം, ഊട്ടുസദ്യ എന്നിവയും നടന്നു. ഇടവക വികാരി ഫാദർ ജോയ് പേരേപ്പാടൻ, കൈക്കാരന്മാരായ തോമസ് ചാക്കോള, വർഗീസ് വടക്കൻ, ലാലു ചെറിയാലത്ത് എന്നിവർ നേതൃത്വം നൽകി. 12 ശ്ലീഹന്മാരുടെ തിരുനാളുകൾ ഇന്ന് ഒരുമിച്ച് നമ്മുടെ ഇടവക സമൂഹത്തിന് ആഘോഷിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിലൊക്കെ ചെറിയ എല്ലാ നന്മകളും
ഏനാമാക്കൽ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് ദിനം ആചരിച്ചു. യൂണിറ്റ് ഡയറക്ടറും വികാരിയുമായ ഫാദർ ജെയ്സൺ തെക്കുംപുറം പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ അധ്യക്ഷനായിരുന്നു. ജേക്കബ് തോലത്ത്, പ്രിൻസ് പുലിക്കോട്ടിൽ, ബിമിൻ പെരുമാട്ടിൽ, CK ആന്റണി, CM പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. തുടർന്ന് ദേവാലയമുറ്റത്ത് മാർഗംകളി അവതരിപ്പിച്ചു. വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ ദുക്രാന ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി നമ്പളം തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. 25,000 പേർക്കുള്ള ഭക്ഷണമാണ് നേർച്ചയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ 3 മുറിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. യാത്രക്കാർ ദുരിതത്തിൽ. ജില്ലയിൽ ജനസംഖ്യയിലും വിസ്തൃതിയിലും മുന്നിലുള്ള പഞ്ചായത്തായ മറ്റത്തൂരിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ 3 മുറിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ദിവസേന 100 കണക്കിന് ആളുകൾ വന്നുപോകുന്ന ഇവിടെ മഴയും വെയിലുമേറ്റാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസ്, മറ്റത്തൂർ വില്ലേജ്, കൃഷിഭവൻ, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ, 2 സ്കൂളുകളുണ്ട്, 2 അമ്പലം. ഇത്രയും തിരക്കേറിയ ഒരു ഏരിയ ആണ് 3 സെന്റർ. അവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന് പലവട്ടമായിട്ട് പലരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. മഴ വന്നാൽ മഴ നനഞ്ഞ് തന്നെ നിൽക്കണം, വെയിലാണെങ്കിൽ വെയിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ 300 സെന്ററിലുള്ളത്. ഈ സെന്ററിൽ നിന്നും കൊടകര ഭാഗത്തേക്കും വെള്ളിക്കുളങ്ങര ഭാഗത്തേക്കും 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രം അത്യാവശ്യമാണ്. പക്ഷേ അധികാരികൾ അതിന് വേണ്ട സ്ഥലം കണ്ടെത്തി അതൊന്ന് നടപ്പിലാക്കി തരണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യം. 30-ലേറെ ബസ്സുകൾ സർവീസ് നടത്തുന്ന കൊടകര വെള്ളിക്കുളങ്ങര റൂട്ടിലാണ് 3 മുറിയുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ എന്നീ സ്ഥാപനങ്ങൾക്ക് പുറമെ ദേശസാൽകൃത ബാങ്ക്, ശ്രീകൃഷ്ണ ഹൈസ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ, ദേവാലയം, ക്ഷേത്രങ്ങൾ എന്നിവയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതിനാൽ ഇവിടെ വന്നുപോകുന്നവരും വിദ്യാർത്ഥികളും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലാണ് ബസ് കാത്തു നിൽക്കുന്നത്. ആവശ്യമായ സ്ഥലം കണ്ടെത്തി ജനപങ്കാളിത്തത്തോടെ ഇരിപ്പിടങ്ങളോടുകൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചാൽ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണാനാകും. പഞ്ചായത്ത് അധികൃതർ ഇതിനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, കൊടകര. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. KLDC തോടുകളിലെ ചണ്ടിയും കുളവാഴയും മൂലം ചേർപ്പ് പഞ്ചായത്തിലെ 13, 16 വാർഡുകളിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം പരിഹരിക്കണമെന്ന് എട്ടുമന ഇല്ലിക്കൽ ഇറിഗേഷൻ ബണ്ട് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് സമിതി പ്രവർത്തകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. കഴിഞ്ഞ 21 ദിവസമായി പ്രദേശത്തുള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. എത്രയും വേഗം മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സമിതി ചെയർമാൻ KR സിദ്ധാർത്ഥന്റെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. കനത്ത മഴയിൽ ചെങ്ങാലൂർ 2ാം കല്ലിൽ തൊഴുത്ത് തകർന്ന് പശു ചത്തു. ഒരു പശുവിന് പരിക്കേറ്റു. മഞ്ഞളി ജോസിന്റെ തൊഴുത്താണ് ഇടിഞ്ഞു വീണത്. കോൺക്രീറ്റ് മേൽക്കൂര തകർന്ന് പശുക്കളുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു. കറവിനായി ജോസ് എത്തിയപ്പോഴാണ് തൊഴുത്ത് തകർന്നു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാരും പുതുക്കാട് ഫയർഫോഴ്സും 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് പശുക്കളെ പുറത്തെടുത്തത്.
കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിൽ മുങ്ങിയ കിഴൂർ കാക്കത്തുരുത്ത് പ്രദേശം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. റോഡ് ഉയർത്തിപ്പണിത് വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുള്ള നടപടി അടുത്ത കാലവർഷത്തിന് മുൻപായി സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. 30ഓളം കുടുംബങ്ങളാണ് കുന്നംകുളം നഗരസഭയുടെ 2ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കിഴൂർ കാക്കത്തുരുത്തിൽ താമസിക്കുന്നത്. ഈ വർഷം മഴ ശക്തമായതോടെ തുരുത്ത് വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഇവിടേക്കുള്ള ഏക റോഡ് വെള്ളം നിറഞ്ഞ് യാത്ര പൂർണ്ണമായും നിലച്ചു. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളിൽ പലരും വെള്ളപ്പൊക്ക ഭീഷണി കാരണം ബന്ധുവീടുകളിലേക്ക് താമസം മാറി. ചാമക്കാലയിലെ ആശ്വാസ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വാസയോഗ്യമാക്കണമെന്ന് ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CA അബ്ദുൽ ജലീൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മൻസൂർ അന്താറത്തറ, PA മൊയ്തു, നിയോജക മണ്ഡലം സെക്രട്ടറി സലീം പുറക്കുളം, TA ഫഗദ്, EK മുഹമ്മദ് ഹാജി, വാർഡ് മെമ്പർ KS അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. UDF നേതൃത്വത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും വാഴ വെച്ച് പ്രതീകാത്മക വിചാരണയും നടത്തി. തുടർച്ചയായി 25 വർഷം ഭരിച്ചിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പരാജയമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ യോഗം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ KC മൊയ്തൂട്ടി, K ജയശങ്കർ, MK രാജേഷ്, ഹൈദരാലി തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസ് മാർച്ച് KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു ഭരണകൂടമായി ഈ പ്രാദേശിക ഭരണാധികാരികൾ മാറുന്ന ഒരു കാലഘട്ടം ഈ ഭരണം അവസാനിപ്പിക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ്. ഇപ്പോൾ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ, വെളിച്ചത്തിന്റെ കാര്യത്തിൽ. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാഹനജാഥയ്ക്ക് കൊടകര, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. വിലക്കയറ്റം തടയുക, അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. ജാഥ ക്യാപ്റ്റനും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ PM ഷമീർ, ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ്, മേഖലാ പ്രസിഡന്റ് രാജേഷ് രാജൻ, സെക്രട്ടറി സിൻഡോ ജോർജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിജൻ മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ പഞ്ചായത്ത് തനത് ഫണ്ട് ചെലവഴിച്ചു തുടങ്ങിയ KSRTCയുടെ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ബെന്നി ബഹന്നാൻ MPയും VR സുനിൽകുമാർ MLAയും ചേർന്ന് ഗ്രാമവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷനായി. കുഴൂർ പഞ്ചായത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാണ് ഗ്രാമവണ്ടി ആരംഭിച്ചത്. VR സുനിൽകുമാർ MLAയും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയനും തമ്മിലുള്ള ചർച്ചയിലാണ് ഗ്രാമവണ്ടി എന്ന ആശയത്തിലേക്ക് എത്തിയത്. ഗ്രാമവണ്ടി സർവീസിന് KSRTCയുമായി 3 വർഷത്തെ കരാറാണ് കുഴൂർ പഞ്ചായത്ത് ഒപ്പിട്ടത്. 1 വർഷം സർവീസ് നടത്തുന്നതിന് 16 ലക്ഷത്തിലധികം രൂപയാണ് കുഴൂർ പഞ്ചായത്ത് KSRTCക്ക് നൽകുക. കുന്നംകുളം BCGHSന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തി. ജീവിതമാണ് ലഹരി, ലഹരി വിമുക്ത നവകേരളം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് പരിപാടി നടത്തിയത്. PTA പ്രസിഡന്റ് പ്രസാദ് P പുലിക്കോടൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ സ്റ്റാർലിറ്റ് അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ വിമല, സിസ്റ്റർ നോയൽ, KV ബേസിൽ, NJ ജിത്തു എന്നിവർ സംസാരിച്ചു. 25 വിദ്യാർത്ഥിനികളടങ്ങുന്ന സംഘമാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി, മേൽശാന്തി ഹരികൃഷ്ണൻ എമ്പ്രാതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മേളത്തിന് കൊടകര ഉണ്ണിയും പഞ്ചവാദ്യത്തിന് കല്ലുവഴി ബാബുവും നേതൃത്വം നൽകി. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി.
കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ പൊതുവിജ്ഞാന ക്ലബിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അറിവോർമ്മകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ആനുകാലിക സംഭവങ്ങളെ ഉൾപ്പെടുത്തി കുട്ടികൾ തയ്യാറാക്കിയ 1000-ഓളം പൊതുവിജ്ഞാന ചോദ്യങ്ങളുടെ ശേഖരമാണ് ഈ പുസ്തകം. കെ പ്രസാദ് പ്രകാശനം നിർവഹിച്ചു. മാതൃസംഘം പ്രസിഡന്റ് സിബി സുരേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ജിഷ മാത്യു, SMC ചെയർമാൻ NC സജീവൻ, സ്റ്റുഡന്റ് കൺവീനർ TS നിവേദ് എന്നിവർ സംസാരിച്ചു. KCYM പാലയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ രൂപതാ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ പതാക ഉയർത്തി. KCYM പാലയൂർ യൂണിറ്റ് പ്രസിഡന്റ് അതുൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി DNS ചിത്ര, CV മരിയ, ജോയൽ എന്നിവർ സംസാരിച്ചു. ഓണത്തിന് പൂക്കളമൊരുക്കാൻ കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. സ്കൂളിലെ NSS യൂണിറ്റിന്റെ മേൽനോട്ടത്തിലാണ് കൃഷി നടക്കുന്നത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA മുരളി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ A അബീദ, പ്രോഗ്രാം ഓഫീസർ R രാജശ്രീ, വോളണ്ടിയർ ലീഡർമാരായ നിഖിത, മാധവകൃഷ്ണ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് തിരുവങ്കിടം ALP സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. പ്രധാന അധ്യാപിക ബെനി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ OT സൈമൺ, KB ഷൈജു, ശിവദാസൻ മുല്ലപ്പള്ളി, CD ജോൺസൺ, പോളി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. CPM നേതാക്കളായിരുന്ന ഡോക്ടർ PSN നമ്പൂതിരി, KA കാർത്തികേയൻ എന്നിവരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ചാഴൂര് സംഘടിപ്പിച്ച അനുസ്മരണ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി AS ദിനകരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, VR ബിജു, ലോക്കൽ സെക്രട്ടറി K ഗോപി, രജനി തിലകൻ എന്നിവർ സംസാരിച്ചു. ലോകപ്രശസ്തരായ ആളുകളുടെ ഈ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി എങ്ങനെ വന്നു? അതാണ് ലോകത്തിന്റെ മാറ്റം. ഒരിക്കൽ തന്നെ ഭരണാധികാരികളായ ട്രംപിനെ വലിച്ചെറിഞ്ഞ ജനതയാണ് അവിടുത്തെ. ഇപ്പൊ പുതിയ ആധുനിക ട്രംപിന്റെ നയം എന്ന് പറയുന്നത്. KPCC വിചാർ വിഭാഗ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി യുവ ഡോക്ടർ മറിയാമ്മ നീലങ്കാവിലിനെ വസതിയിലെത്തി അനുമോദിച്ചു. KPCC വിചാർ വിഭാഗ് താന്യം മണ്ഡലം കൺവീനർ വിനോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിൻസെന്റ് കുണ്ടൂളങ്ങര, രേണുക റിജു, സലീഷ് കരിപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിൽ ഗുണ്ടാവേട്ട ശക്തമാക്കി പോലീസ്. രാത്രി പട്രോളിംഗ് സജീവം. ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചാൽ ശക്തമായി നേരിടാൻ തീരുമാനം. വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വടിവാൾ വിനീത് പിടിയിൽ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരോട് KSRTCയുടെ അവഗണന. പകരം ബസ്സിന് യാത്രക്കാർ കാത്തുനിന്നത് മണിക്കൂറുകൾ. മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കുഴിയിലേക്ക് മറിഞ്ഞു. 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് തിരുവത്രയിൽ സ്വകാര്യ ബസ് കുഴിയിലേക്ക് ചെരിഞ്ഞു. ആർക്കും പരിക്കില്ല. ചാവക്കാട് BJP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കവർച്ചാ കേസിൽ ആരോപണ വിധേയനായ CPM നേതാവിനെ പ്രതി ചേർക്കണമെന്നാവശ്യം. ക്രൈസ്തവർ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുന്നു. പാലയൂരിൽ വൻ ഭക്തജനത്തിരക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.